പ്രശസ്ത ചെണ്ടവാദകൻ പല്ലശ്ശന ചന്ദ്രമന്നാടിയാരുടെ 100ാം ജന്മവാർഷിക സമാപനം ജനുവരി 17-ന് പല്ലശ്ശനയിൽ നടക്കും. നിരവധി ശിഷ്യന്മാരെ സമ്മാനിച്ച പല്ലശ്ശന ചന്ദ്രമന്നാടിയാർ കഥകളിക്ക് അമരവാദ്യം സമ്മാനിച്ചയാളുകൂടിയാണെന്ന് സംഘാടക സമിതി ഭാരവാഹി കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാദ്യകലാലോകത്തിന് അവഗണിക്കാനും ഒഴിച്ചുകൂടാനുമാവാത്ത നിരവധി സംഭാവനകൾ ചന്ദ്രമന്നാടിയാർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജന്മവാർഷികാഘോഷം നടന്നു വരുന്നുണ്ട്. കേളി, ദീപപ്രജ്വലനം, പല്ലശ്ശനയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ, സംഗീത സമന്വയം, കണ്യാർകളി, തായമ്പക, പഞ്ചാരിമേളം, സമാപന സമ്മേളനം, കഥകളി തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്നും കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സംഘേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കഥകളി ക്ലബ്ബുകളിലെ അനുസ്മരണ പരിപാടി നടത്തുന്നത്. ആ ദിവസം പങ്കെടുക്കുന്ന ചെണ്ട കലാകാരന്മാർ സൗജന്യമായി പങ്കെടുത്തുകൊണ്ട് ആശാനുള്ള ഒരു ഡെഡിക്കേഷനായിട്ടാണല്ലോ ഞങ്ങളത് സമർപ്പിച്ചത്. അതിൻ്റെ സമാപനമാണ് പല്ലശ്ശനയിൽ വെച്ച് നടക്കുന്നത്. രാവിലെ 8:30 മുതൽ രാത്രി 1:30 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചന്ദ്രമന്നാടിയാരുടെയും മരുമകൻ്റെയും മകള് അവിടെ കേളിയോട് കൂടിയാണ് ആദ്യം തുടങ്ങുന്നത്, രഹിത കൃഷ്ണദാസിൻ്റെ. തുടർന്ന് പല്ലശ്ശനയിലുള്ള വിവിധ മേഖലയിൽ ബന്ധപ്പെട്ട മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് സംഗീത സമന്വയമുണ്ട്. വിവിധ പരിപാടികൾ, തായമ്പക, നൃത്തം, മേളം, കണ്യാർകളി, പാലക്കാടിൻ്റെ പ്രത്യേക കല എന്ന് അവകാശപ്പെടുന്ന കണ്യാർകളി ഉണ്ട്. പൊതുസമ്മേളനത്തിൽ ആശാന്റെ ജീവിതകലയായി ബന്ധപ്പെട്ട അമരം എന്ന ഒരു പുസ്തകം, ആശാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ അമരം എന്നുള്ളതിൻ്റെ ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആശാന്റെ കൊട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് ശക്തി കൂടിയ, പവർ കൂടിയ, അല്ലെങ്കിൽ അമരം കൂടിയ കൊട്ട് കഥകളി മേളത്തിന് സമ്മാനിച്ച വാദ്യകലാകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അമരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ശങ്കരേട്ടൻ ഉൾപ്പെടെ ചെർപ്പശ്ശേരി ശിവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന 4 ചെണ്ടയും 4 മദ്ദളവും ചേർന്നുള്ള പുറപ്പാട് മേളപ്പതുണ്ട്. 8 വേഷങ്ങൾ പങ്കെടുക്കുന്ന പുറപ്പാടാണുള്ളത്. പല്ലശ്ശനയിൽ പ്രത്യേകിച്ച് അത് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് യുവകലാകാരന്മാർ പങ്കെടുക്കുന്ന ദുര്യോധനത്തോടു കൂടിയാണ് ഈ പരിപാടി അവസാനിക്കുന്നത്. നല്ല ഒരു പരിപാടി ആശാന്റെ പേരിൽ അവിടെ നടത്താൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, പല്ലശ്ശന മഹേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിൻ്റെ ഒരു വർഷമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ സമാപന സമ്മേളനം ഈ 15-ാം തീയതി പല്ലശ്ശന വെച്ച് നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ സമാപനം പല്ലശ്ശനയിൽ തന്നെ വേണമെന്ന് ഞങ്ങളുടെ ഒരു മോഹമാണ്. പ്രത്യേകിച്ചും അതുകൊണ്ടാണ് പഴയകാവ് അവരെ സമീപിച്ചു. എല്ലാ കാര്യങ്ങളും അവർ വേണ്ട പ്രകാരം ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരിക. ഗുരുനാഥൻ്റെ അനുഗ്രഹത്തിന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ട എല്ലാ പരസ്യ നിർദ്ദേശങ്ങളും നിങ്ങളെല്ലാവരും വന്നതിൽ പങ്കെടുക്കണം എന്ന് കൂടിയാണ് പറയാണ്ട്. ബാക്കി ഉണ്ണീകൃഷ്ണൻ പറയും.